കുരയോട് കുര നിർത്താതെയുള്ള കുട്ടുവിന്റെ കുര വീട്ടുകാരെയും അസ്വസ്ഥരാക്കി. പക്ഷേ കുട്ടുവിനെ അങ്ങനെ അവഗണിക്കാനാവില്ല. അതുകൊണ്ടാണ് നായയുടെ ഉടമസ്ഥനായ വെണ്ണിയൂർ സ്വദേശി ഉണ്ണികൃഷ്ണനും ഭാര്യ അനിതയും ഒരു പരിശോധനയ്ക്ക് മുതിർന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാമ്പിനെ കണ്ടുപിടിക്കുന്നത്. ഒന്ന് രണ്ട് പാമ്പുകൾ ഇതുപോലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടു കണ്ടുപിടിച്ച് എന്നിട്ട് അതിന് ഇതുപോലെ ഒന്ന് എങ്ങനെ ഓടിക്കളഞ്ഞു. ഇക്കുറി ഈ 5 വയസ്സുകാരന്റെ കുരയ്ക്ക് പാത്രമായത് 7 വയസ്സുള്ള കൂറ്റൻ മൂർഖൻ പാമ്പാണ്. വീട്ടുപറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടു. ഇതിനിടയിലാണ് പറമ്പിൽ നിന്ന് ഇഴഞ്ഞെത്തിയ മൂർഖൻ വീടിനുള്ളിലേക്ക് കയറാൻ ശ്രമം നടത്തിയത്. ആ ശ്രമം അങ്ങ് ഉപേക്ഷിക്കുമോനെ എന്ന് കുട്ടുവും. നായ കുരച്ചു ചാടിയതോടെ മൂർഖൻ പത്തി വിടർത്തി. കുട്ടുവും വിട്ടുകൊടുത്തില്ല. മണിക്കൂറുകളോളം കുരച്ച് യജമാനനെ വിവരം അറിയിച്ചു. അമിതമായിട്ട് കുരയ്ക്കുന്നുണ്ടോണ്ട് പോയി നോക്കിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ഒരു കീരിയാണ്, പക്ഷെ ഓടണ കണ്ടത്. അപ്പൊ നമ്മൾ നോക്കി എന്തിനാണ് പട്ടി ഇങ്ങനെ കുരയ്ക്കുന്നതെന്ന് ചോദിക്കാൻ നോക്കിയപ്പോഴാണ് ഒരു പാമ്പ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ആളിനെ വിളിച്ച് പാമ്പിനെ പിടിച്ചോണ്ട് പോയി. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് സ്നേക്ക് റെസ്ക്യൂവർ പള്ളിച്ചൽ സുധീഷ് സ്ഥലത്തെത്തി മൂർഖൻ പാമ്പിനെ പിടികൂടി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, കേട്ടിടത്തോളം ഈ കുട്ടു സ്ഥിരം പാമ്പിനെ പിടിക്കുന്ന ഒരാളാണ്, വലിയ ധൈര്യശാലിയാണ് അല്ലേ? വിഴിഞ്ഞം വെങ്ങാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെ ഈ സംഭവം നടന്നിട്ടേ ഉള്ളൂ. കുട്ടു എന്ന നായ അത് വീടിന്റെ പറമ്പത്തൊക്കെ കറങ്ങി അടിച്ച് കളിച്ച് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ വീടിനുള്ളിലേക്ക് മൂർഖൻ പാമ്പ് കയറാനായി പത്തി ഉയർത്തി നിൽക്കുന്നത് നായ കാണുകയും തുടർന്ന് നായ കുരയ്ക്കുകയും ചെയ്തത്. സാധാരണ വീട്ടുകാരൊക്കെ ആണെങ്കിൽ നായ നിരന്തരം കുരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതല്ല. പക്ഷേ ഇത് നിരന്തരമായി കഴിഞ്ഞപ്പോൾ സമയം കുറേ നേരം നായ ഒരേ പ്രദേശത്ത് തന്നെ കേന്ദ്രീകരിച്ച് നോക്കി കുരയ്ക്കുന്നതൊക്കെ കണ്ടപ്പോൾ വീടിനകത്തിരുന്നവർക്ക് ഒരു കൗതുകം, എന്താണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വീട് തുറന്ന് വന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പുറത്ത് മൂർഖൻ പത്തി വിടർത്തി നിൽക്കുന്നത് കാണുകയും തുടർന്ന് ഈ റെസ്ക്യൂ സർവീസിനെ വിളിക്കുകയും തുടർന്ന് ഇവർ ഈ പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തു. ഇത്തരത്തിൽ ഇത് 3ാമത്തെ വട്ടമാണ് ഈ പാമ്പ് വീട്ടിലേക്ക് വരികയും അത്തരത്തിൽ മൂർഖൻ പലപ്പോഴായി വീട്ടിലേക്ക് കടന്നു വരികയും നായ കുരച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്നത് കൊണ്ട് തന്നെ ജീവൻ രക്ഷപ്പെടാൻ സാധിക്കുന്ന തരത്തിലേക്ക് സ്ഥിതിവിശേഷം മാറുകയും ചെയ്തത്. അങ്ങനെ ആ കുടുംബത്തെ 3 വട്ടം രക്ഷപ്പെടുത്തിയ ഒരു നായയാണ് കുട്ടു. അപ്പോൾ ഈ കുട്ടുവിന്റെ കഥ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും വീട്ടിൽ നായകളുള്ളവർ നേരിടുന്ന പ്രധാന പ്രശ്നം നായയുടെ കുരയായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. കാരണം നായപ്രേമികളെ സംബന്ധിച്ചുള്ള അതൊരു പ്രശ്നമല്ലെങ്കിലും വീടിനടുത്ത് താമസിക്കുന്നവരൊക്കെ പലപ്പോഴും നായയുടെ ശബ്ദവും അതേപോലെ തന്നെ അതിന്റെ കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴും എടുത്തു പറയും. അയൽവാസികളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ഒരു നായയുടെ കുര കാരണമാണ്. പക്ഷെ ഇവര് വെറുതെ ഒന്നും ആയിരിക്കില്ല, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും കുരയ്ക്കുന്നത്.